ഞങ്ങളപ്പം ക്യാബിനകത്തു ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങുമ്പം ഇപ്പം ഒരുവിധം സന്ധ്യയായി സമയം, എന്നാലും നല്ല ബ്രൈറ്റ് ലൈറ്റാണ്. എന്ത് മനോഹരമായിട്ട് നല്ല നിശബ്ദതയാണ്. അതിനിടയ്ക്ക് നമുക്ക് നാട്ടിലൊക്കെ കേൾക്കുന്ന ചീവീടുകളുടെ ഒച്ചയൊക്കെ നിങ്ങൾക്ക് കേൾക്കാമല്ലോ. അപ്പം അങ്ങോട്ട് നോക്കുമ്പോൾ നോക്കിയാൽ കൊടും കാട് പോലെ അതിൻ്റെ നടുവിൽ കൂടെ ഒരു അരുവി ഇങ്ങനെ ഒഴുകി വരുന്നത് കണ്ടോ. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ കാടിനകത്തൊക്കെ ചെറിയ ചെറിയ വീടുകളുണ്ട്. ഇവിടെ നമുക്ക് താമസിക്കാൻ പറ്റും. പിന്നെ അഥവാ നിങ്ങൾക്ക് ബോട്ടിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ അവിടെ അരുവി ഇങ്ങനെ കിടക്കുന്ന അവിടെ നമുക്ക് പോയി ബോട്ടിൽ കയറാം, മീൻ പിടിക്കാം. പിന്നെ അതുമല്ല ഇഷ്ടമെങ്കിൽ ചുമ്മാ വെറുതെ ഇങ്ങനെ ഒന്നും ചെയ്യാതെ നമുക്ക് നടക്കാനും പറ്റും. അങ്ങനെ ട്രാഫിക് ഒന്നുമില്ല. പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ്, സേഫാണ്, ക്ലീനാണ്. നല്ല സന്തോഷവും സമാധാനവും കിട്ടും. അപ്പം ജോലിയൊക്കെ ചെയ്ത് മടുത്ത് സ്ട്രെസ് ഔട്ട് ആയിട്ടിരിക്കുമ്പോഴേക്ക് വെറുതെ എവിടെ നിന്നാണെങ്കിലും ഒരു ഡ്രൈവ് ചെയ്ത് വരാമെന്നൊരു സ്ഥലമാണിത്. മറ്റൊരു എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയാമോ? എനിക്കിത് കാണുമ്പോൾ പറയാൻ തോന്നുന്നത് നേച്ചർ, നമ്മൾ പ്രകൃതിയുമായിട്ട് ഒരു ഇണങ്ങിച്ചേരാനായിട്ടുള്ളൊരു സമയമാണിത്. അതായത് ഐ ആം വിത്ത് നാച്ചുറൽ ബ്യൂട്ടി, ഐ ആം വിത്ത് നേച്ചർ എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. നോക്കിയാൽ അങ്ങോട്ട് നോക്കിയാൽ നമ്മൾ സഖി പർവ്വതത്തിൻ്റെ മുകളിൽ കാണുന്നത് പോലെ അമ്പരചുംബികളായ മരങ്ങളും. നിങ്ങൾ ഓർക്കും ഇതൊരു കൊടും കാടാണെന്ന്. ഇത് കൊടും കാടല്ല. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഞങ്ങൾ താമസിച്ച വീട് ഞാൻ കാണിച്ചല്ലോ, അതുപോലെ ഒത്തിരി മനോഹരമായ ചെറിയ ചെറിയ വീടുകളുണ്ട്. ചെറിയ ക്യാബിനാണ് അവിടെ. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മളിങ്ങനെ വരുന്നവരെല്ലാം താമസിക്കുന്നത്. നല്ല സേഫാണ്, നല്ല സെക്യൂരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നല്ല മനോഹരമാണ്. ഇവിടെ നമുക്ക് മാനുകളും ചെറിയ ചെറിയ, അതായത് നമ്മളെ ശല്യപ്പെടുത്താത്ത, ഉപദ്രവിക്കാത്ത മൃഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റും. ഈ മരങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് എന്ത് ഭംഗിയാ. അതുപോലെ മറ്റൊരു സർപ്രൈസാണ് ഇത്. ഇത് നോക്ക്, ഒരു ബോട്ടാണിത്. അപ്പം ഇതൊരു പെഡൽ ബോട്ടാണിത്. സത്യം പറഞ്ഞാൽ എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഈ റിസ്ക് വരെ എടുക്കാൻ ഞാൻ റെഡിയായി. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണിത്. പിന്നെ ഞാനിത് ഇതിൽ കയറി ഇരിക്കാൻ തന്നെ കാരണം ഇത് ഒത്തിരി ആഴമുള്ളതല്ല. ഇപ്പം ഞാൻ നിന്നാൽ തന്നെ എൻ്റെ ഒരു ചെസ്റ്റിൻ്റെ അവിടം വരെ ഉള്ളിത്, ഇതിൻ്റെ ഡീപ്പ്. അപ്പം ഇവിടുത്തെ ഒരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഒന്ന്, നമുക്ക് ഈ മല കയറി വേണേൽ പോകാം. പിന്നെ മറ്റൊന്ന് ഇതാണ്, ഈ പെഡൽ ബോട്ടിൽ കയറി നമുക്ക് ഈ തടാകത്തിൽ കൂടെ അങ്ങ് പോകാം. അപ്പോൾ പോകുമ്പോൾ നമുക്ക് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. പിന്നെ മറ്റൊന്നാണ് ഇവിടെ ഇപ്പം ഞാൻ കാണിക്കാം. ഞാൻ ഇപ്പം ഈ ഒന്ന് എഴുതേക്കട്ടെ. നമ്മൾ കാണുമ്പോൾ തോന്നുന്നു ഇതൊരു പ്ലാസ്റ്റിക് ആണെന്ന്. ഇത് നമ്മുടെ നാട്ടിലെ ഒരു എന്താ പറയുന്ന ഒരു വള്ളം പോലെ, ചെങ്ങാടം പോലെ ഒരു സാധനമാണ്. ഇതിൽ 2 പേർക്കിരിക്കാം. ഇത് 2 പേർക്കിരുന്ന് നമ്മൾ തന്നെ തുഴഞ്ഞ് ഇതിനകത്ത് കൂടെ പോയി പ്രകൃതി ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാം. നമ്മൾ തന്നെ തുഴയണമെങ്കിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഇതിന് അധികം ആഴമില്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഇതിൽ കയറിപ്പോകാം. പിന്നെ ഇതിൻ്റെ ചുറ്റൊക്കെ നോക്ക്, വളരെ മനോഹരമാണ്. പിന്നെ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്, 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വന്നാൽ ഈ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കണമെന്നാണ്. അതിനാണ് ഇവിടെ ഈ ലൈഫ് ജാക്കറ്റൊക്കെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇട്ട് നമ്മൾക്ക് ഇറങ്ങാം. പിന്നെ എന്നെ ഏറ്റവും രസിപ്പിച്ചൊരു കാര്യമാണ് ഇവിടെ കണ്ട ഒരു കന്നാസിൽ ഇവിടെ വിട്ട് വെച്ചിരിക്കുന്നത് കണ്ടോ. നമുക്ക് എന്തെങ്കിലും ടിപ്സൊക്കെ ഇടണമെങ്കിൽ ഇതിനകത്ത് ഇട്ടിട്ട് പോകാം. അപ്പം ഞാൻ ആദ്യം ഓർത്തു, ആസ് എ മലയാളി ഞാൻ ആദ്യം ഓർത്ത് ഇതിനകത്ത് വല്ലതും ഉണ്ടോ, വല്ലതും അടിച്ചുകൊണ്ട് പോകാമെന്ന്. പക്ഷെ ഇതിനകത്തൊന്നുമില്ല. അവർ ഇന്നത്തെ കളക്ഷനൊക്കെ എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു. നടന്ന് നിങ്ങൾ കണ്ടല്ലോ, അവിടുന്ന് ആ അരുവിയിൽ നിന്ന് നടന്ന് ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ ഇപ്പം പറയുന്നുണ്ട് നോ സ്വിമ്മിങ്, നോ ബോട്ടിങ്. അതുകൊണ്ട് നമ്മളെല്ലാവരും റൂൾസ് ഫോളോ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങിയില്ല. പക്ഷെ നോക്കിക്കേ എന്ത് മനോഹരമാണെന്ന്. മുകളിലത്തെ പാറകളും. ഇത് റിയലായിട്ട് ഇതെല്ലാം കണ്ടിട്ടുള്ള പാലക്കാടാണ്. മലയുടെയും പാറയുടെയും മണ്ടയിലുള്ള മരങ്ങളും. ഇതിൻ്റെ ഉള്ളിലും പല ക്യാബിനുകളുണ്ട് കേട്ടോ. അങ്ങനെ താമസിക്കും നമുക്ക്. പക്ഷെ അഡ്വഞ്ചറായിട്ട് ഇതിൻ്റെ മുകളിലും വേണമെങ്കിൽ പോകാം. അങ്ങനെ പോകുന്നവരും ഉണ്ട്. പക്ഷെ ഇതിൻ്റെ മറ്റേ സൈഡിൽ കൂടെ. പിന്നെ ഇത് നോക്ക്, ഈ റിവർ എന്ത് മനോഹരമാണെന്ന് നോക്കി. ഇതിനധികം ഡീപ്പില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങോട്ട് ചെല്ലുമ്പം കുറേ ഡീപ്പാണ്. പിന്നെ ഇച്ചിരി ചെളികളും ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ റെസ്ട്രിക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ തീരത്ത് വന്ന് ഇങ്ങനെ നോക്കി ഇവിടെ ഫാമിലി ആയിട്ടും തനിയെയും ആൾക്കാർ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്, സ്പെൻഡ് ചെയ്യാറുണ്ട്. ഒരു ക്യാമ്പിംഗ് ഏരിയ പോലെ
നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ മറ്റൊരു സ്ഥലമാണിത്. അവിടെയൊക്കെ ക്യാബിനും ബിൽഡിങ്സും ഒക്കെ ഉണ്ട്. ഇതും മറ്റൊരു നല്ലൊരു സ്ഥലമാണിത്. അപ്പം ഇന്നലെ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ, ഇവിടെ ഇന്നലെ നമ്മൾ വന്നപ്പോൾ ഇവിടെ 5 o'clock ആയിരുന്നതുകൊണ്ട് ഇതിലൊന്നും നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ ലൈവായിട്ട് കാണിക്കുവാണ്. അതുകൊണ്ട് ഇവിടെ പല പല കാര്യങ്ങളുണ്ട്. പെഡൽ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ എന്തുവാ ഒരു ചങ്ങാടം പോലത്തെ മിനി ബോട്ടുണ്ട്, പിന്നെ മറ്റൊരു കണ്ടത് ഗോൾഫ് കളിക്കുന്ന സ്ഥലമാണ്. എൻ്റെ ഇവിടെ കുറേ പയ്യന്മാരൊക്കെ വന്ന് ഗോൾഫ് കളിക്കുന്നു. അതുപോലെ ഇവിടെയൊക്കെ ആൾക്കാർ വന്നിങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിരിക്കുവാണ്. കുട്ടികളും മുതിർന്നവരും പ്രായഭേദമന്യേ. അതുകൊണ്ട് അങ്ങോട്ടൊക്കെ നോക്കിയാൽ കണ്ട ഒത്തിരി ആൾക്കാർ ഇങ്ങനെ എല്ലാവരും കളിച്ച് വന്നത് കണ്ട. കുട്ടികളൊക്കെ ഇത് ക്യാമ്പിങ്ങിന്, കുറേ കുട്ടികളൊക്കെ ഇവിടെ ക്യാമ്പിങ്ങിന് വന്നിട്ടുണ്ട്. ക്യാമ്പിങ്ങിന് വന്ന കുട്ടികളൊക്കെ ബോട്ടിലൊക്കെ പോയി. അതിലൂടെ ഞാൻ അടുത്തോട്ട് പോയി നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെ ആൾക്കാരൊക്കെ പോകുന്നതെന്ന്. ഇതാണ് ആൾക്കാരെല്ലാം തുഴഞ്ഞു പോകുന്ന കണ്ട. പലതരത്തിലുള്ള ബോട്ടുകളിൽ ആൾക്കാർ പോയി തുഴഞ്ഞ് വരുന്നത് കണ്ട. നല്ല ഭംഗിയില്ലേ. ഓരോരുത്തരും അവരവരുടെ വീട്ടുകളിൽ നിന്ന് ഷെയ്ഡുകൾ ഒക്കെ കൊണ്ടുവന്ന് എൻജോയ് ചെയ്ത് ഇവരിവിടെ ഇരിക്കുന്നത് കണ്ട. ഏകദേശം ഇത് അടയ്ക്കാറായി. അത് ആൾക്കാരെല്ലാം അടുത്തോട്ട് വരുക. നമ്മളപ്പോഴാണ് ഇവിടെ പോകാൻ വന്നത്. നല്ല ഭംഗിയില്ലേ. ലൈഫ് ജാക്കറ്റും ഇട്ടും ഇടാതെയും ഒക്കെ ഓരോരുത്തരും നമ്മുടെ ചേട്ടന്മാരൊക്കെ പോകുന്നത് കണ്ട്. ചെരുപ്പൂരിട്ട് പോവും. ആ മരത്തിനോട് പോയി. കയറിയിരുന്നോ. അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര ഇവിടെ ആരംഭിച്ചിരിക്കുവാണ്. നല്ല മനോഹരമായ അല്ലേ, കണ്ടോ? കണ്ടാൽ നമ്മൾക്ക് പേടി തോന്നും, പക്ഷെ വളരെ എൻജോയ്മെൻ്റ് ആണ്. എത്ര ഭംഗി. ഇതേ പയ്യന്മാരൊക്കെ നല്ല ശരിക്ക് തുഴഞ്ഞു പോകുന്നുണ്ടോ, സ്റ്റൈലായിട്ട് പോകുന്നു. നല്ല അമ്പരചുംബികളായ മരങ്ങളും കരകാണ കടലിന്മേലെ എന്ന് പറയുന്ന സമുദ്രവും നീണ്ടു നിവർന്ന് കിടക്കുവാണ്. ഇതിനകത്തിക്കൂടെ നമ്മളിങ്ങനെ തുഴഞ്ഞ് മന്നം പോകുവാണ്.
എനിക്ക് വെള്ളമൊക്കെ പേടിയുള്ള ഒരാളാണ്. നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയും ഇത് ഇത്രയ്ക്ക് എൻജോയ്മെൻ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. പക്ഷെ ഇതിൽ കയറിയപ്പം ആ പേടിയെല്ലാം അങ്ങ് മാറി. നമ്മൾ തന്നെ തുഴഞ്ഞു പോകുന്നതാണിത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ എല്ലാവരും തുഴഞ്ഞു പോകുന്നത്. നിങ്ങൾ നോക്കിക്കേ എന്ത് ഭംഗിയാണെന്ന്. ഇത് പകുതി മരങ്ങളും ഈ സമുദ്രത്തിൻ്റെ ലേക്കിനകത്താണ്. കണ്ടോ, ലേക്കിൻ്റെ നടുക്ക് മരങ്ങൾ നിൽക്കുന്നത് കണ്ടോ. ഇതൊരു മിക്സ്ചർ ഓഫ് മാൻമെയ്ഡ് ആൻഡ് നേച്ചറാണ്. കാരണം പണ്ട് എനിക്കറിയത്തില്ല, ഞാനൊരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒക്ലഹോമ സിറ്റിയൊക്കെ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇവർ അൺവാണ്ടഡ് വാട്ടറിനെ എല്ലാം കൂടെ കളക്ട് ചെയ്ത് ഒരു ഡാം പോലെ ചെയ്ത് ഒരു മാൻമെയ്ഡ് ലേക്ക്. അങ്ങനെ ഇവിടെ ഈ നമുക്ക് ഈ ഒക്ലഹോമ സിറ്റിയുടെ പല സ്ഥലത്തും നമുക്കിതിങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ മാൻമെയ്ഡ് ആയിട്ടുള്ള ലേക്ക് വിത്ത് നേച്ചർ. കണ്ടോ, അവിടുത്തെ പൈൻ ട്രീകളുടെ ഒക്കെ കണ്ടോ, പൈൻ മരങ്ങളുടെ നടുവിൽ കൂടെ ഇങ്ങനെ ബോട്ടയിൽ യാത്ര ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഒരു ഫ്രീ ആയിട്ടൊരു സൺബാത്തും, നല്ല ചൂടുണ്ട്, നല്ല സൺബാത്ത് നമ്മൾക്ക് കിട്ടും. അതും നല്ലതാണ്. എന്താ ഈ മരമൊക്കെ നോക്കിയത് വെള്ളത്തിൻ്റെ നടുക്കാണ് ഈ മരം നിൽക്കുന്നത്. എനിക്ക് തന്നെ അത് വിശ്വാസം വരുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഈ മരം ചീഞ്ഞു പോകത്തില്ലായിരുന്നു, അധികം വെള്ളം. പക്ഷേ ഇതൊക്കെ ഇതിനു വേണ്ടി നേച്ചർ ഇങ്ങനെ സൃഷ്ടിച്ചതായിരിക്കും. ഈ മരങ്ങളെല്ലാം വെള്ളത്തിനകത്ത്, അധിക വെള്ളമൊന്നും ഒരു പ്രശ്നവുമില്ല. അങ്ങോട്ട് നോക്കുമ്പം പലതരത്തിലുള്ള ബോട്ടുകൾ നിങ്ങൾക്ക് കാണാം. പെഡൽ ബോട്ടുകളും ഇങ്ങനെ നമ്മുടെ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചെങ്ങാടം പോലത്തെയാണ്. നമ്മളിങ്ങനെ തുഴഞ്ഞു പോകുവാണിത്. അതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ വരുന്നത്. നോക്കവിടെ പാറക്കെട്ടുകൾ കണ്ടോ. ആ പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടെ നമ്മളങ്ങ് കടന്നു പോവുകയാണ്. എനിക്ക് തോന്നുന്നത് വൃത്തിയായിട്ട് നേച്ചർ സൂക്ഷിക്കുന്ന ഇത്രയും നല്ലൊരു സ്ഥലം ഞാൻ അങ്ങനെയായിട്ട് പറയുകയല്ല. നമ്മുടെ നാട്ടിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഇതിങ്ങനെ വിശാലമായിട്ട് കിടക്കുവാണെങ്കിലും ഇവരെല്ലാം നോക്ക്, അങ്ങ് മോഡിലോട്ടൊക്കെ നോക്ക്. ഇവരെല്ലാം നല്ല നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്ത്, നമ്മുടെ നാട്ടിൽ ഒത്തിരി ഉണ്ട്, പക്ഷേ അത് എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സേഫായിട്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കണ്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ അടുക്കോട്ട് പോകുമ്പോൾ ഞാൻ കാണിക്കാം. കണ്ടോ, പാറക്കെട്ടുകൾ കണ്ടോ. പ്രകൃതിയുടെ തന്നെ ഒരു വരദാനം എന്ന് പറയുന്നത് പോലെ പാറക്കെട്ടുകളും പാറക്കെട്ടിൽ കണ്ടോ. ഈ ബോട്ടയിൽ പോയിട്ട് അത്രയ്ക്ക് എനിക്കെന്തായാലും അത്ര റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ നോക്ക്, ഇവിടെ ഞാൻ അടുത്തോട്ട് പോയി ഞാൻ കാണിക്കാം. ഇവിടെ വലിയ പാറക്കെട്ടാണ്. ഇത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇവിടെ എല്ലാം പാറക്കെട്ടുകൾ. നമ്മൾ പാറക്കെട്ടിൻ്റെ അടുക്കലോട്ട് പോവുകയാണ്. ഇവിടെ പോകുമ്പം പലതരം മരങ്ങളും പൂക്കളും ഒക്കെ ഉണ്ട്. നോക്ക്, ഇതൊരു പെഡൽ ബോട്ടാണ്. 4 പേര്, 4 അല്ല അതിൽ കൂടുതൽ ഇവർ തന്നെ ചവിട്ടി തുഴഞ്ഞു പോകുന്നുണ്ട്. ഇത് ചവിട്ടി തുഴഞ്ഞു പോകുന്ന ബോട്ടാണത്. പിന്നെ അത് കണ്ടത് നമ്മുടെ പയ്യന്മാർ പോകുന്നത്, അത് ഞാൻ പോകുന്ന പോലത്തെ ഒരു ചങ്ങാടം പോലത്തെ ഒരു ബോട്ട്, മിനി ബോട്ട്. ഇതുകൊണ്ടോ ഞാൻ ഏറ്റവും സർപ്രൈസ് ആയിട്ടുള്ളൊരു കാഴ്ച നിങ്ങളെ കാണിക്കാം. എന്തുകൊണ്ടോ നല്ല ബ്രേവ് പീപ്പിള് എന്താ ഈ പാറയൊക്കെ സ്ലിപ്പറി അല്ല, അതൊരു നല്ലതായിട്ട് ഇരിക്കുന്ന പാറകളാണ്. എന്താ സ്റ്റെപ്പ് കയറുന്ന പോലെ നോക്ക്, ആൾക്കാർ കയറി പോകുന്നുണ്ട്. കണ്ടേ, എനിക്ക് ഏറ്റവും റിസ്കി ആയിട്ട് തോന്നിയ ഒരു കാര്യം, നോക്ക് ആൾക്കാർ കയറുന്നത് കണ്ടോ. കയറി അവരാണ്ടങ്ങ് മണ്ടയിലെത്തിയിട്ട് കണ്ടോണം അവരെന്താ ചെയ്യാൻ പോകുന്നത്. ഓ മൈ ഗോഡ്, എനിക്ക് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. പക്ഷെ ഇവർ ആദ്യം കയറിയാണ്ട് അവർ മടുത്ത് ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കുവാണ്. റെസ്റ്റ് എടുത്തിട്ട് അവരെന്താ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇപ്പം അതിനിടയ്ക്ക് നോക്കി, ഇതെല്ലാം വളരെ മനോഹരമാണ്. ഉണ്ടോ, അവർ റെഡി ആകുവാണ്.
ഇവരിപ്പം താഴോട്ട് ജമ്പ് ചെയ്യും. ജമ്പ് ചെയ്യാൻ വേണ്ടി അവർ റെഡി ആയിട്ട് നിൽക്കുന്നു. ഒരു ടീം എഫേർട്ടാണെന്ന് തോന്നുന്നു. അവരെല്ലാവരും കയറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെയും മുകളിലോട്ട് കയറി പോവുക. ഓ മൈ ഗോഡ്, ഇത് കണ്ട് ആർക്കും ഒന്നും ഇൻസ്പിറേഷൻ ഒന്നും വരണ്ട കേട്ടോ. ഇതൊന്നും ഞാൻ എൻകറേജ് ചെയ്യുന്നില്ല. എനിക്ക് തന്നെ പേടിയാവുന്നു ഇത് കണ്ടിട്ട്. ഈ കുട്ടികൾക്കൊക്കെ ഇതിലൊക്കെ വല്ല പ്രാക്ടീസ് ഉള്ളവരായിരിക്കും. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഐ ഹോൾഡ് മൈ ബ്രെത്ത്. ഗുഡ് ജോബ്. എന്താ അങ്ങനെ ഓരോരുത്തർ റെഡി ആയിട്ട് നിന്ന് ജമ്പ് ചെയ്യുവാണ്. നമ്മൾക്ക് ഇനി മുമ്പോട്ട് പോകാം. ഇവര് ജമ്പ് ചെയ്തോണ്ടിരിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ബമ്പും ഒക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തയാളും വരുന്നു ജമ്പ് ചെയ്യാൻ വേണ്ടി. അടുത്ത സെറ്റാ. ഓ മൈ ഗോഡ്. അവരാ ജമ്പ് ചെയ്യുന്നതിന് ഒരു ടേൺ ചെയ്തിട്ടാണ് അവർ ജമ്പ് ചെയ്യുന്നത് കേട്ടോ. ഇനി മതി, ബാക്കി എല്ലാവരും അവിടെ നിന്ന് ജമ്പ് ചെയ്യട്ടെ. അടുത്ത ഒരാളും കൂടെ ജമ്പ് ചെയ്യുന്നു. പേടിയുള്ളവരൊക്കെ കുറച്ചും കൂടെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള പിള്ളേരൊക്കെ കുറച്ചും കൂടെ എക്സ്ട്രോവേർട്ടഡ് ആയിട്ട് അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ വളർത്താനായിട്ട് പറ്റും. എന്നൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഞാനിത് പറയാൻ കാരണം, നിങ്ങൾ വിചാരിക്കില്ല ഇതെല്ലാം ഞാൻ ചെയ്തെന്ന്. ഇത് ഞങ്ങൾ വന്നപ്പോൾ സ്ട്രഗിൾ ടു സർവൈവ്, എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് കുടുംബം നോക്കണം, അതായിരുന്നു ചിന്ത. അപ്പം നമ്മൾ മറ്റു പല കാര്യങ്ങൾക്കും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിങ്ങളോടിത് പറയുന്നത്. യങ് ഫാമിലീസൊക്കെ വരുന്നവർ, നമ്മൾ ജോലി ചെയ്യുക, പൈസ ഉണ്ടാക്കുക, കുടുംബം നോക്കുക, അതുമാത്രമല്ല കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ അവരോടൊപ്പം ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങൾക്കും അവരെ ഒരു സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് പേഴ്സണായിട്ട് വളരാനായിട്ടാണ് നമ്മൾ അനുവദിക്കേണ്ടത്. അല്ലാതെ ചെറുപ്പം മുതൽ വലുത് വയന്നോളം വരെ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളൊക്കെ കണ്ടോ, നല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല ധൈര്യമായിട്ട് 2 പെൺകുട്ടികൾ കണ്ടോ കുഴഞ്ഞുകൊണ്ട് പോകുന്നത് കണ്ടോ. ദേ എൻജോയ്. ഇതെനിക്ക് നിങ്ങൾ എന്നോട് ചോദിക്കും ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പേടിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പയ്യന്മാരും 2 പേരും അടിപൊളിയായിട്ട് വരുന്നു. കണ്ട ഇതിന്റെ മിഡിൽ ഒരു ട്രീ നിൽക്കുന്ന കണ്ടോ. അവര് തമ്മിൽ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ, നമുക്ക് പോകാം. അവിടെ എൻഡ് ആണെന്ന് തോന്നല്ലേ? ഐ തിങ്ക് അവിടെ എൻഡ് ചെയ്യുക. എത്ര സമയം വേണമെങ്കിലും ഇതിന് 1 മണിക്കൂർ എന്നാണ് പറയുന്നത്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇതിനകത്ത് ഇങ്ങനെ, കാരണം ഇതിപ്പോൾ ക്ലോസ് ആകുവാണ്, അതുകൊണ്ട് അവരത്ര സ്ട്രിക്റ്റ് അല്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ നടക്കാം. ഇവരൊക്കെ കണ്ടോ തുഴഞ്ഞു പോകുന്നുണ്ട്. നാട്ടിലെ ഉള്ളൊരു നമ്മുടെ പണ്ട് കാലത്ത് ഞാൻ കാണുന്നത് നമ്മുടെ എന്താ പറയുന്ന വള്ളംകളി മത്സരത്തിനൊക്കെ പോകുന്ന. ഇപ്പോൾ നിങ്ങളോടിത് ഞാൻ പറയുമ്പം ഇപ്പം എല്ലാം ഉണ്ടല്ലോ ഒരു മാനസിക ആരോഗ്യ ടച്ച്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ കടന്നായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ വള്ളം ഒന്ന് കമന്ന് വീണ്. എനിക്കൊന്നും പറ്റിയില്ല, പക്ഷേ ഞാൻ വെള്ളത്തിൽ കുറച്ച് വീണായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക്
വെള്ളം പേടിയാണ്. വെള്ളത്തിൽ കയറാനും ബോട്ടിൽ കയറാനും ഒക്കെ എനിക്ക് വളരെ പേടിയുള്ള ആളാണ്. അത് കുറേ സമയമെടുത്ത് എനിക്ക് തന്നെ ഇതിൽ നിന്ന് ഔട്ടാകാൻ. അപ്പം നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും ഇതിൽ പേടിയുള്ളവരെ നമ്മൾ നിർബന്ധിക്കരുത്. സമയമെടുത്ത് ഗീവ് ദം ടൈം ടു കം ഔട്ട് ഓഫ് ഇറ്റ്. അവർക്ക് തന്നെ ഇപ്പം മെയിനായിട്ട് പറയുവാണെങ്കിൽ നിങ്ങളെ ഇത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ബോട്ടിൽ കയറിയത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ കയറത്തില്ലായിരുന്നു. നിങ്ങൾ അത് തുഴയാൻ ആളും ഉണ്ട്, എനിക്ക് തുഴയും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പിന്നെ തുഴയുന്ന ആളെന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല, നല്ല കായലിലൊക്കെ നീന്തി നല്ല നീന്തൽ അറിയാവുന്ന ആളുടെ കൂടെയാണ് ഞാൻ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാനിങ്ങനെ കൂളായിട്ടിരുന്ന് ഇങ്ങനെ പോരുവാണ്. നിങ്ങളെ കാണിക്കുകയും ചെയ്യാം, എനിക്കും എൻജോയ് ചെയ്യാം. അങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ നോക്കുമ്പോൾ കണ്ടോ, അതിൻ്റെ നടുക്കൊരു പാലം കാണാം. അതിൻ്റെ റോഡാണ്. അതിൻ്റെ ഇതിൻ്റെ അപ്പുറം സൈഡും ലേക്കാണ്. അത് ചെറിയൊരു അണക്കെട്ട് പോലെ. നമുക്ക് അങ്ങോട്ട് അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം വെള്ളം നല്ല ഒഴുകി ശക്തിയായിട്ടാണ് വരുന്നത്. കണ്ടോ, ഇതിൻ്റെ അപ്പുറയും ലേക്കുണ്ട്. അപ്പം ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അങ്ങേ സൈഡിൽ പോയി എൻജോയ് ചെയ്യാം. ഉണ്ടോ, ഇതെല്ലാം മൊത്തം ഞാനൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുവാണ്. ഇവിടെ നമുക്കങ്ങനെ ടൂർ ഗൈഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ എല്ലാം നമുക്ക് ഗൂഗിളുണ്ട്. നമുക്ക് വരുന്നതിന് മുമ്പോ വന്നതിന് ശേഷമാണെങ്കിൽ ഓൾ ഓഫ് എ സഡൻ വരുവാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ താമസിച്ച ക്യാബിനുണ്ടല്ലോ, അവിടെ നിന്ന് വളരെ ഡ്രൈവ് ചെയ്താൽ ഒരു 30 മിനിറ്റ്സിന് ഉള്ളിൽ ഒത്തിരി എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. നമുക്കിതെല്ലാം ചെയ്തിട്ട് പോകാം. അയ്യോ ഒത്തിരി ദൂരെ പോകണമല്ലോ, തപ്പി പോകണമല്ലോ, അതൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. വളരെ ഈസിലി ആക്സസിബിളാണ്. എൻ്റെ മനോഹാരിത ഒന്നും കൂടെ ഓവറോൾ ഒന്ന് കാണിക്കാം. ഞാനിത് പറയാനും വീണ്ടും വീണ്ടും കാണിക്കാനുമുള്ള കാര്യമെന്ന് വെച്ചാൽ, നമ്മൾക്ക് പല കാര്യങ്ങളും നാട്ടിലെ പോലെ കുട്ടികളെ വെള്ളത്തിലിറങ്ങി അവരുടെ പേടി മാറണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ചിലപ്പോൾ നമുക്ക് സ്കൂളൊക്കെ ഉള്ള സമയത്ത് നമുക്കിതൊന്നും നടന്നെന്ന് വരത്തില്ല. അപ്പം നമ്മളിങ്ങനെ സ്കൂൾ വെക്കേഷനുള്ളപ്പം കുട്ടികളെയും കൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്ത് അവരുടെ ആ ഒരു പേടി അതൊക്കെ സ്ലോലി മാറ്റാനായിട്ട് ഇത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ചില കുട്ടികൾക്കുണ്ട് ക്രൗഡ് പേടിയാണ്, ലൗഡ് നോയ്സ് പേടിയാണ്, പൊക്കമുള്ള സ്ഥലം പേടിയാണ്, വെള്ളം പേടിയാണ്, ഇങ്ങനെയുള്ള. അപ്പം ഇങ്ങനെ അറ്റ് എ ടൈം കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഫോഴ്സ് ചെയ്യില്ല, ചെറിയ തോതിൽ കൊണ്ടുവന്ന് അവരുടെ ആ പേടി മാറ്റാനായിട്ട് നോക്കണം. ഇതൊക്കെ കാരണം നമ്മൾക്ക് പണ്ട് കാലങ്ങളിലൊന്നും ഇതേപ്പറ്റിയൊന്നും അത്ര അറിവില്ലായിരുന്നു. നമ്മൾ ഫോഴ്സ് ചെയ്തവരെ ഇറക്കാൻ നോക്കും, അവർ കൂടുതൽ റെസിസ്റ്റ് ആകും. പിന്നെ അവർക്ക് ജീവിതകാലം മൊത്തം അതിൽ പേടിയായിട്ടിരിക്കും. അതേ സമയത്ത് അവർക്ക് അവരുടെ സമയം കൊടുത്തിട്ട് എക്സ്പ്ലോർ ചെയ്ത് അവർ തന്നെ ആ പേടിയിൽ നിന്ന് മാറി ഒരു ധൈര്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇത് നോക്കി, ഇവിടെ നിന്ന് നോക്കിയാൽ എനിക്കൊരു റെഡ് ഫോർട്ട് പോലെ, നമ്മുടെ ചുമന്ന പാറയോ അതുപോലെ എനിക്ക് തോന്നുന്നത്. അതൊക്കെ ആക്ച്വലി പാറയാണെങ്കിലും അകമൊക്കെ നല്ല ഒരു റെഡ് കളറിലാണ്. ഈ ഒക്ലഹോമയ്ക്ക് ഒരു റെഡ് സിറ്റി എന്ന് ഒരു പേരുണ്ട്. ഇവിടെ ഒരു റെഡ് സീ ഉണ്ട്, ആ വെള്ളം ചുമന്ന് കിടക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഒത്തിരി നമ്മുടെ കുറേ സ്ഥലത്തൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ മണ്ണ് നമുക്ക് കാണാം, ചുമന്ന മണ്ണുകൾ കാണാം. അതൊക്കെ ഉണ്ട്. ഇങ്ങനെ ഞാൻ ഒക്ലഹോമയിൽ കണ്ടൊരു കാര്യമാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നോർത്തിലൊക്കെ ഉള്ള ഈ പൈൻ ട്രീ ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത്, പക്ഷേ ഇവിടെ ഒരു മിക്സാണ്. ടെക്സസിൻ്റെയും പിന്നെ നോർത്ത് സൈഡിൻ്റെയും ഒക്കെ ഒരു മിക്സ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണിത്. ഞാൻ പറഞ്ഞല്ലോ, ഈ റെഡ് ഇന്ത്യൻസ് കൂടുതലുള്ളത് അലാസ്ക, ടെക്സസ്, കാൻസസ്, ഒക്ലഹോമ, ഇവിടെയാണ് കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവരും ഉണ്ട്, പക്ഷേ എന്നാലും കൂടുതലായിട്ട് അവരുടെ പല കാര്യങ്ങളും നമുക്കിവിടെ കാണാം. ഇവിടെ മ്യൂസിയം ഒക്കെ ഉണ്ട്. നിങ്ങൾ വരുമ്പോൾ, ഇപ്പം ഞങ്ങൾക്ക് ഇനിയിപ്പോൾ സമയമില്ല, വരുവാണെങ്കിൽ മ്യൂസിയത്തിൽ പോകാം. പിന്നെ സൂ ഉണ്ട്, അങ്ങനെ ഒത്തിരി കാസിനോ ഉണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ. അതായത് ഒരാഴ്ച 2 ആഴ്ചത്തേക്ക് വന്നാലും കാണാനും എൻജോയ് ചെയ്യാനും ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് സമയമുള്ളെങ്കിൽ ഇങ്ങനെ വന്ന് ചെറുതായിട്ട്, പിന്നെ എല്ലാം ഒരേ സമയം തന്നെ ചെയ്യണമെന്നുമില്ല. ഇടയ്ക്കൊരു ബ്രേക്ക് വരിക, എൻജോയ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ സെയിം പ്ലേസാണ് ഇഷ്ടമെങ്കിൽ അവിടെ എടുക്കുക, അല്ലെങ്കിൽ വേറെ പ്ലേസിൽ പോവുക. അതുകൊണ്ട് ഞാനിപ്പോൾ ഓവറോൾ നിങ്ങളെല്ലാം ഒന്നും കൂടെ ഒന്ന് കാണിക്കുകയാണ്. രണ്ട് ആൾക്കാരൊക്കെ
ബോട്ടിലൊക്കെ വന്ന് ഇങ്ങനെ നോക്കി ആ ബോട്ടിനൊക്കെ നല്ല കളർഫുള്ളായിട്ടുള്ള ബോട്ടുകളൊക്കെ കണ്ടോ. നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരു 5 o'clock ആയി. എല്ലാവരും ഏകദേശം ഇതെല്ലാം അവസാനിപ്പിച്ച് പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങുവാണ്. എനിക്കറിയത്തില്ല, എൻ്റെ വള്ളം തുഴയുന്ന ആളുടെ കൈ മടുക്കുന്നുണ്ടായിരിക്കും. സാധാരണ എല്ലാ ബോട്ടയിലും 2 പേരാണ് മാറി മാറിയാണ് തുഴയുന്നത്. അപ്പം കഷ്ടകാലത്തിന് എന്നെ കിട്ടിയത് കൊണ്ട് ഞാനിങ്ങനെ സുഖമായിട്ട് വീഡിയോ പിടിച്ചിരിക്കുവാണ്. ഒന്നും അറിയുന്നില്ല. അതുകൊണ്ട് വളരെ മനോഹരമായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. തുഴയാനായിട്ട് അറിയാവുന്ന ആളെ കൊണ്ടുവന്നാൽ തുഴയണ്ട, ഇങ്ങനെ സുഖമായിട്ടിരിക്കാം കേട്ടോ. വെള്ളത്തിനകത്ത് ഒരു പറ്റം മരങ്ങൾ നിൽക്കുന്നുണ്ടോ. ഒരു കുഴപ്പവുമില്ലാതെ വാടുന്നില്ല, ചീയുന്നില്ല. ഇതിനകത്ത് വളരുന്ന മരങ്ങളായിരിക്കാം. നമ്മളും ഇതുപോലെ പോവുകയാണ്, കരയിലോട്ട് എടുക്കുവാണ്. നമ്മളൊരു റൗണ്ട് മൊത്തം എടുത്ത് എല്ലായിടവും ഒക്കെ കണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്ത് പിന്നെ നമ്മൾ സാവധാനം കരയിലോട്ട് പോകുവാണ്. നമുക്ക് ഇവിടെ എല്ലാം നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണാം എല്ലായിടത്തും മരങ്ങളാണ്. വെള്ളത്തിനകത്ത് മരങ്ങൾ നിൽക്കും. എന്നാൽ ഈ മരങ്ങൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയാന്ന് തോന്നുന്നു. ആവശ്യത്തിന് വെള്ളവും കിട്ടും, ആൾക്കാരെ കണ്ടൊരു പോസിറ്റീവ് എനർജി അവർക്കും കിട്ടുന്ന. പക്ഷേ ഇതിൻ്റെ അങ്ങേ സൈഡും കണ്ടോ ബ്രിഡ്ജാണ്. അവിടെയും ലേക്ക് ഇതിങ്ങനെ നീണ്ട് കിടക്കുവാണ്. എന്നിട്ട് അതിൻ്റെ ഓരോ അറ്റവും ഒത്തിരി ഡീപ്പല്ലാത്ത സ്ഥലം ഇങ്ങനെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ കണ്ടോ. നിങ്ങൾ നോക്കാം, അതിൻ്റെ സീഷോർ എന്ന് പറയുന്ന പോലെ അതിൻ്റെ കരകളിലൊക്കെ ആൾക്കാരൊക്കെ നേരം വെളുത്തപ്പം പോലെ വരുന്നതാണ്. അവിടെ വന്ന് അവരിങ്ങനെ സൺബാത്തും ബോട്ടിങ്ങും ഫിഷിങ്ങും അപ്പുറം തന്നെ റെസ്റ്റോറൻറ്റൊക്കെയാണ്. അവിടെ പോയി ഫുഡും കഴിച്ച് ഹോൾ ഡേ കണ്ടോ. ഇവിടെ നോക്ക്, നമ്മളെ നോക്കി, നമ്മളൊക്കെയാണ് ഇങ്ങനെ ചെയ്യുമോ കണ്ടോ. കുഞ്ഞു പയ്യന്മാരൊക്കെ തുഴയുന്ന കണ്ടോ. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അവരൊക്കെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് പേരൻസും കൂടെയുണ്ട്. കണ്ട് അവർ തുഴയുന്നു, തുഴഞ്ഞ് പോകുന്നു. നമ്മൾ ഓരോ നിമിഷവും ചെറുപ്പം മുതലേ കുട്ടികളെ ഇൻഡിപെൻഡൻ്റ് ആക്കാനായിട്ടാണ്. അയ്യോ എൻ്റെ കൊച്ച് എൻ്റെ കൂടെ എന്നും അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അവരെ സ്വയം എല്ലാം ചെയ്യാനായിട്ട് പ്രാപ്തരാക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് ആക്ച്വലി മാതാപിതാക്കളെ, കുട്ടികൾക്കായിട്ട് മാതാപിതാക്കളുള്ളത്. അവരെ എത്രയും പെട്ടെന്ന് ഇൻഡിപെൻഡൻ്റായിട്ട് നല്ലൊരു സിറ്റിസണായിട്ട് വളർത്താനായിട്ട്. അതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. തന്നെ ഇത് കണ്ടോ, നമ്മുടെ ഒരു ഇടിച്ചാൽ നമുക്കാണ് ദോഷം. കാരണം അവർ പെഡിൽ ബോട്ടാണ്, ചെങ്ങാടം പോലെ കേട്ടോ. നമ്മുടെ നാട്ടിലെ ചെങ്ങാടം പോലെ രണ്ട് അലുമിനിയത്തിൻ്റെയാണ് സാധനമൊക്കെ വെച്ച് 2 പേരും കൂടി ചവിട്ടി പോകുന്നു. നമ്മുടെ പാവം ബോട്ടാണ്. ഒരടി തന്നാൽ നമ്മൾ ചിലപ്പം താഴെ പോകും. പക്ഷെ അവരങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇവിടെ എല്ലാവരും പരസ്പരം ഒത്തിരി കെയർ ചെയ്യും. ആരെ അങ്ങനെ എന്താ പറയുക, ഒരു വയലൻ്റായിട്ട് അഗ്രസീവായിട്ടൊന്നും പിന്നെ പൊതുസ്ഥലങ്ങളിൽ നമുക്ക് വളരെ ചുരുക്കമായിട്ട് അങ്ങനെയൊക്കെ കാണുന്നത്. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം നോക്കി, ഇവിടെ എന്തെങ്കിലും അഴുക്ക് കണ്ടോ, ഇതെല്ലാം നല്ല ക്ലീനാണ് ഈ സ്ഥലം. നമ്മൾ ഇന്നലെ ഞാൻ കാണിച്ചു ഓർക്കുന്നുണ്ടല്ലോ കന്നാസ്, അതിനകത്ത് നമുക്ക് ടിപ്സ് ഇടണം, എന്തെങ്കിലും ചെറിയ പൈസ അതിനകത്ത് ഇട്ട് കൊടുക്കണം. അതൊക്കെ ഈ സ്ഥലം ക്ലീൻ ചെയ്യാനായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ പയ്യെ നമ്മൾ നമ്മുടെ സീഷോറിലോട്ട് പോകുന്ന നമ്മുടെ കുട്ടികളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ. കുട്ടികൾ നമ്മുടെ പുറകെ വരുന്നുണ്ട്. ഇല്ല വേണ്ട, അവന്മാർ ഓൾറെഡി ഇവിടെ വന്ന് ആൺകുട്ടികൾ നമ്മളെയൊക്കെ കടത്തി വിട്ടു. അവർ വേണ്ട ഇവിടെ വന്ന് തുഴഞ്ഞ് ഓൾറെഡി. ഇനി മതി, ഇത് മതി, ഏകദേശം ഇനഫായില്ലേ, ഇത്രയും മതി. ഉണ്ടോ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ വന്ന് അവരിറങ്ങി. ഇനി നമ്മളായിട്ട് എന്തിനാ ഇറങ്ങാതിരിക്കുന്നത്. അപ്പം നമ്മൾക്കും ഇറങ്ങാം. അവരൊക്കെ ഇറങ്ങി. Okay. Ready? Oh, it is so zoomed in. You want it like that? Okay, ready? Yeah. അപ്പം നമ്മൾ ബോട്ടയിൽ വന്ന് ഞാനിനി ബോട്ടയിൽ നിന്ന് പയ്യെ ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ്. പ്ലാനില്ലെങ്കിലും ചെറിയ തോതിൽ ആ ക്യാബിനിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി
ഇത് ക്യാബിനിൽ നിന്ന് ഒരു 10-15 മിനിറ്റിനിടയ്ക്ക് നമുക്ക് പല നേച്ചറുമായിട്ട് ഒന്ന് മിങ്കിൾ ചെയ്യാനായിട്ട് ഒത്തിരി അവസരമുണ്ട്. അതിൽ വലിയൊരു ഉദാഹരണമാണ് നിങ്ങൾ നോക്കിക്കേ, ഈ പാറയുടെ, ഇത് മൊത്തം പാറയാണ്, നല്ല കട്ടിയുള്ള പാറയാണ്. ഈ പാറയുടെ ഇടയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന കണ്ടോ? ഇതുണ്ട്. ഇവിടെ പല ആൾക്കാരും ഇവിടെ വന്ന് ഈ വെള്ളത്തിൽ, കാരണം നിങ്ങൾക്ക് ഒരുപക്ഷെ ഒത്തിരി ഡീപ്പായിട്ടുള്ള വെള്ളമൊക്കെ പേടിയാണെങ്കിൽ ഇതൊരു നല്ലൊരു ഇതാണ്. പക്ഷേ ഈ പാറയാണ്, ഇച്ചിരി സ്ലിപ്പറി ഉണ്ട്, കെയർഫുൾ ആയിരിക്കണം. ഈ പാറയുടെ ഇടയിൽ ഞാനിപ്പോൾ കാണുന്നത് എന്താണെന്നറിയാമോ? ചെറിയ ചെറിയ നമ്മുടെ ഊപ്പ മീനുകളെ പോലെ ഇതുണ്ടോ, കുഞ്ഞു കുഞ്ഞു മീനുകൾ കണ്ടോ? ചെറിയ ചെറിയ മീനുകളുണ്ട് ഇതിനകത്ത്. അവിടെയൊക്കെ ഉണ്ട് ചെറിയ മീനുകൾ അല്ലേ? അവിടെയൊക്കെ ചെറിയ മീനുകളുണ്ട്. ഈ മീനുകളെയൊക്കെ ഇപ്പം ഞാനിവിടെ കാണുന്നത് കണ്ടോ, ഇവിടെ ഇവർ ഒരു വല കൊണ്ടുവന്ന് ഇവിടെ വന്ന് മീനുകളെ പിടിക്കുവാണ്. ഒരു പക്ഷേ ഇവർക്ക് മീനുകളെ വളർത്താൻ വേണ്ടിയായിരിക്കും, നമുക്കറിയത്തില്ല. എന്തായാലും അതുപോലെ ചിലരിവിടെ വന്ന്, ചിലപ്പോൾ ഇതൊരു ഫണ്ണിന് വേണ്ടിയായിരിക്കും, ചിലരിങ്ങനെ വല കൊണ്ട് വന്ന് മീനെ പിടിച്ചിട്ട് ഈ മീനെ തിരിച്ചിങ്ങോട്ട് തന്നെ വിടും. ഇവിടെയുള്ള ഒരു മെയിൻ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ വലിയ ലേക്കിൽ പോയി ചൂണ്ടയിട്ട് മീനെ പിടിക്കും. ചിലർ മീനെ വീട്ടിൽ കൊണ്ടുപോകും, പക്ഷെ മിക്കവാറും ആൾക്കാർ പിടിച്ചിട്ട് അതിനെ തിരിച്ച് തന്നെ വിടും. ഇപ്പം അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. വരുന്ന നല്ല സീനറിയാണ്, നമുക്ക് നല്ല ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ്. പിന്നെ വെറുതെ ഇവിടെ വന്ന് ഈ പാറപ്പുറത്തിരുന്ന് ഒരുപക്ഷെ പഴയ കാല കഥകളൊക്കെ ഒന്ന് ഓർമ്മിക്കണം എന്നൊക്കെ ഉള്ളപ്പം ഇവിടെ ഇങ്ങനെ വന്നിരുന്ന് നമുക്ക് വെറുതെ ഇങ്ങനെ ഇരിക്കാനും നല്ലൊരു സ്ഥലമാണിത്. അപ്പം നിങ്ങളും വന്ന് ഇവിടെ വരുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ വന്ന് കാണുക, എൻജോയ് ചെയ്യുക.